ഹലോ ഫ്രണ്ട്സ്, ഐഫോണിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. ഒരുപാട് കാലമായി ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർ ഏറെ കാത്തിരുന്ന ഒരു കാര്യം കൂടിയാണിത്. എന്താണ് ഇത് എന്നല്ല, ഇത് നമുക്ക് ഫൈനൽ കട്ട് ക്യാമറ എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഐഫോണിലെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സാധാരണ ക്യാമറ ആപ്ലിക്കേഷനിലുപരി ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഫൈനൽ കട്ട് ക്യാമറ എന്നത് ഇൻസ്റ്റാൾ ചെയ്താൽ കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് എല്ലാം ഇവിടെ ടോപ്പിൽ വന്നിട്ടുണ്ട്. അതായത് HDR, HEVC അല്ലെങ്കിൽ 4K, അതുപോലെ നമുക്ക് 30 FPS അല്ലെങ്കിൽ 25, 24, 60, ഇതിൽ ഏതിലെല്ലാമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതെല്ലാം തന്നെ വളരെ ഈസിയായി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ക്യാമറ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 12 Pro Max ആണ്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. അതായത് 13mm, അതുപോലെ 26mm, ഇനി 65mm, ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു ക്യാമറയിൽ നമുക്ക് വന്നിരിക്കുന്ന മറ്റു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോ ഫോക്കസ്, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ എക്സ്പോഷർ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സ്പോഷർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്തരത്തിൽ നിങ്ങൾക്ക് മാനുവലായി ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് വന്നിരിക്കുന്നത്. ഇനി AF എന്ന് പറയുന്നത് ഇവിടെ ഫോക്കസ്, ഇതിൽ നമുക്ക് ഈ ചേഞ്ചസ് എല്ലാം വരുത്താനുള്ള ഓപ്ഷൻ. അതുപോലെ നിങ്ങൾക്ക് അവസാനമായി ഇവിടെ ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇത് ഏത് തരത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം തന്നെ വളരെ ഈസിയായി നമുക്ക് റൊട്ടേഷൻ എല്ലാം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ ഐഫോൺ ക്യാമറയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമുക്ക് എല്ലാം മാനുവലായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായ ഒരു സെറ്റിങ്സിലെല്ലാം വെച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ എല്ലാം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് എല്ലാം കറക്റ്റാക്കി നിങ്ങൾ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു DSLR സെറ്റപ്പിലേക്ക് നമുക്ക് ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതുപോലെ മറ്റു കുറേ കാര്യങ്ങളെല്ലാം വരുന്ന ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ഈ സെറ്റിംഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഇവിടെ ഈ ഫോർമാറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കളർ ഡൈനാമിക് റേഞ്ച് എല്ലാം ചേഞ്ച് വരുത്തണമെങ്കിൽ സാധാരണ നമ്മൾ SDR 709 റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇനി HDRലേക്ക് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ സ്റ്റെബിലൈസേഷൻ എല്ലാം ഓൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിനുള്ള ഓപ്ഷൻ, അതുപോലെ മിറർ ഫ്രണ്ട് ക്യാമറ ഓപ്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടൂൾസ് എന്നതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡ് ഓവർലേ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗ്രിഡ് എല്ലാം വരുന്നതായി കാണാം. അപ്പോൾ ഈ ഗ്രിഡ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ എല്ലാം ലഭിക്കുന്നതിന് ഈ ഗ്രിഡ് എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ എന്നതിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്താണ് ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മൈക്ക് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ തീർച്ചയായും ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഫൈനൽ കട്ട് ക്യാമറ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്